മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ഒന്ന് ഓടിവായേ. നമുക്ക് പെട്ടെന്നൊരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി കണ്ടിട്ട് പോകാട്ടോ. നല്ല സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണേ. ഉച്ചയ്ക്ക് ഇച്ചിരി ചോറ് കഴിച്ചിട്ടിരിക്കുമ്പോഴേ ഒരു ശകലം മധുരം സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഇത് പെട്ടെന്ന് കണ്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റിയ റെസിപ്പിയാണേ. അതിന് നമ്മൾ ആവശ്യത്തിനുള്ള ബ്രെഡ് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ കൈകൊണ്ട് തന്നെയാണ് പൊടിക്കുന്നത്. നിങ്ങൾക്ക് വേണേൽ മിക്സി ഉപയോഗിച്ച് പൊടിക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കാവേ. ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിൽ എനിക്ക് മതിയായി. നിങ്ങൾക്ക് എന്തോരം ബ്രെഡാണ് എടുക്കുന്നതെങ്കിലും ബ്രെഡിൻ്റെ അളവ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ പാലിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ഇതേ പരുവത്തിലായിരിക്കണമെന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് കയ്യിലൊന്ന് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് ഉരുട്ടി എടുത്തിട്ട് വരാം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാട്ടോ ഈ ബ്രെഡ് വെച്ചിട്ട് ഗുലാബ് ജാമുൻ. മിക്കവാറും ആളുകളൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ. ഉണ്ടാക്കിയവർക്കറിയാം നല്ല ടേസ്റ്റാണെന്നും അല്ലേ. പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് പരിപാടി കഴിയുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് ഓയിലൊന്ന് ചൂടായതിന് ശേഷം അതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. അതവിടെ ഇരുന്ന് ഫ്രൈ ആവുന്ന സമയത്തിന് നമുക്കൊരു പാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 2 കപ്പ് വെള്ളമാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നുള്ളുപ്പും കൂടെ ഒന്ന് ഈ സമയം നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. ഒരു നുള്ളും ആവശ്യത്തിന് ഏലക്കയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് നല്ലൊരു ഗ്ലേസിങ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഷുഗർ സിറപ്പിൽ അങ്ങനെ ചെയ്യുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളത് പിന്നീട് എടുക്കാനായിട്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത്. അപ്പോൾ വരുമ്പോഴത്തേക്ക് നന്നായിട്ട് സോക്കായിട്ട് ജ്യൂസി ആയിട്ടിരിക്കുവേ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഗുലാബ് ജാമുൻ ഇവിടെ നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കില്ലല്ലോ. താങ്ക്